ഇപ്പൊ ഫുള്ള് കല്യാണ സീസണാണ്. എടാ എൻ്റെ കൂടെ പഠിച്ചിട്ട് കൂട്ടുകാരന്മാര് വിളിക്കാറാ, എടാ കല്യാണമാണ് വന്നം, തലേന്ന് തന്നെ വന്നം. ഞാനപ്പോൾ ആലോചിക്കും അത്രയൊക്കെ വളർന്നു നമ്മൾ. എടാ 25 വയസ്സായിട്ടുള്ളൂ. വേറൊരു കൂട്ടുകാരുണ്ടായിരുന്നു, അവന് 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അവനെ ഞാൻ സമ്മതിക്കുന്നത്, അവനിപ്പോൾ ഒരു കൊച്ചുണ്ട്. കുറേ ആൾക്കാർ കല്യാണം കഴിക്കണ്, കുറേ ആൾക്കാർ പുറത്തു പോണു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കണം. യെസ്. എടാ കല്യാണം അതാ നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന കാര്യം. അതാണ് കൂടെ പഠിച്ചവരെല്ലാവരും കല്യാണം കഴിച്ചോണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ബോണി ആയില്ല? വൈ? നമുക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോന്നും, ഇടയ്ക്ക് ഇങ്ങനെ ഈ കൂട്ടുകാരന്മാരെയൊക്കെ കേട്ടിറങ്ങി ഓരോ കല്യാണത്തിൻ്റെ വീഡിയോയും അതും ഇതൊക്കെ കാണുമ്പോൾ തോന്നും, അച്ചുവേ അതുപോലെ നിനക്കും വേണ്ടടാ, ആ ദൈവം തരും. പക്ഷെ അതിൽ വീഴരുത്. നല്ല സമയമെടുത്ത് നല്ല പൈസയൊക്കെ ഉണ്ടാക്കി എന്നിട്ടൊക്കെ എനിക്ക് പറ്റുള്ളത്. എൻ്റെ അമ്മ എനിക്കിപ്പോൾ ആ കാര്യം ടെൻഷനാണ്. അയ്യോ എൻ്റെ കൂട്ടുകാരെ ആയതുപോലെ എൻ്റെ കൂട്ടുകാരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കരുത്. എന്നെ പോലെ ലൈഫ് ഭയങ്കര ഇതാടാ, സീനാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കണില്ല. അപ്പം ഭയങ്കര സ്ട്രഗിളാണ്. ഇപ്പോഴാണ് ആ ഒരു ഫേസിലെത്തിയെന്ന് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയും, ഈ ഒരു കല്യാണം കഴിക്കും എല്ലാം ശരിയാവും. ഞാനിപ്പോ ഒരു കല്യാണം കഴിച്ചെന്ന് വെച്ചു, കുറച്ച് കഴിഞ്ഞാ കുട്ടികളുണ്ടാവില്ലേ? ആ അപ്പൊ എന്റെ അച്ഛനമ്മ വിചാരിക്കില്ലേ ഞാൻ അത്തരക്കാരനാന്ന്? അയ്യോ എന്നാലും കല്യാണം കഴിച്ച എൻ്റെ കൂടെ പഠിച്ച എല്ലാ കൂട്ടുകാരന്മാർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. മക്കളെ പൊളിക്ക്, നിങ്ങൾ ഹണിമൂണിന് വല്ല ഹിമാചലൊക്കെ വരുമ്പോൾ എൻ്റെ വിളിക്ക്, അല്ലെങ്കിൽ നിങ്ങളെ പറ ഹണിമൂൺ പാക്കേജ് സെറ്റ് തരാം. യെസ്, ദാറ്റ്സ് മൈ ഗിഫ്റ്റ്. എന്താടാ ஊர்வலத்தில் ஆடி வரும் நண்டு தானே நாட்டியம், ஐயம் மேளத்தாளம் முழங்கி வரும் வஞ்சிர மீன் வாத்தியம்.